ഒരു സ്ത്രീയുടെ സമഗ്ര ആധിപത്യമുള്ള ഒരു രാജ്യം ഈ ഭൂമിയിലുണ്ട്. പുരുഷന്മാരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന സ്ത്രീകളാണ് ഈ രാജ്യത്തെ പൗരന്മാർ. അതെ, പുരുഷന്മാർ സ്ത്രീകളുടെ വെറും അടിമകളായ ആ രാജ്യത്തേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങൾക്കറിയുമോ പുരുഷന്മാരെ മൊത്തം അടിമകളാക്കി വെച്ചിരിക്കുന്ന സ്ത്രീകളുടെ രാജ്യത്തെപ്പറ്റി? ഈ ലോകം ആരുടേതെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടേതെന്ന് പുരുഷന്മാരും പുരുഷന്മാരുടേതെന്ന് സ്ത്രീകളും പരസ്പരം പലപ്പോഴും നിരാശയോടെ പറയാറുണ്ട്. ലോകത്തെ ശക്തനായ ഭരണാധികാരികളിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഏറ്റവും ക്രൂരമായ ഭരണാധികാരികളിൽ പക്ഷെ സ്ത്രീകളുടെ പേര് കണ്ടെത്താൻ പ്രയാസമാണ്. എന്നാൽ ഒരുവിധപ്പെട്ട ക്രൂരതകൾക്കെല്ലാം ഒപ്പമോ പിന്നിലോ ക്രൈം പാർട്ണറായി ഒന്നോ അതിലധികമോ സ്ത്രീകൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഇന്ന് അതോ വേൾഡ് കിങ്ഡത്തെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പെട്രീഷ്യ രാജ്ഞി ഭരിക്കുന്ന സാമ്രാജ്യത്തിന്റെ കഥ. പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന ചെക്കോസ്ലോവാക്യ വിഘടിച്ചുണ്ടായ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും സ്വതന്ത്രം പ്രഖ്യാപിച്ച രാജ്യമാണ് അതോ വേൾഡ് കിങ്ഡം. 1993 ചെക്കോസ്ലോവാക്യ തകർന്ന് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യയും നിലവിൽ വന്നത്. 1996 അതോ വേൾഡ് കിങ്ഡം ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും സ്വതന്ത്രം പ്രഖ്യാപിച്ചത്. ചെക്ക് റിപ്പബ്ലിക്കിലെ സിയാർനാഡ് ജില്ലയിൽ ചേർന്ന മുനിസിപ്പാലിറ്റിയിലാണ് ഈ ചെറു സ്വതന്ത്ര രാജ്യമുള്ളത്. 7.4 ഏക്കർ മാത്രമാണ് ഈ രാജ്യത്തിന്റെ വിസ്തൃതി. ഒഫീഷ്യലി 1996 ജൂൺ 1 അതോ വേൾഡ് കിങ്ഡം സ്ഥാപിതമായത്. 2016 മെയ് 24 പെട്രീഷ്യ രാജ്ഞി ഈ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്നത്. 1997 മെയ് 30, 31 തീയതികളിലായിരുന്നു പെട്രീഷ്യ രാജ്ഞിയുടെ കിരീടോധാരണം. പെട്രീഷ്യ രാജ്ഞി അതോ വേൾഡ് കിങ്ഡത്തെ സ്ത്രീകൾക്ക് പരമാധികാരമുള്ള രാജ്യമായി തന്റെ രാജ്യത്തെ പ്രഖ്യാപിച്ചു. ലോകത്തെ മറ്റൊരു രാജ്യവും പെട്രീഷ്യ രാജ്ഞിയുടെ രാജ്യത്തെയും പരമാധികാരത്തെയും ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. എങ്കിലും സ്വന്തമായി കറൻസി, പോലീസ് സംവിധാനം, പാസ്പോർട്ട് എന്നിവയെല്ലാം ഈ രാജ്യത്തിനുണ്ട്. സ്ത്രീകളുടെ പരമാധികാരത്തിനുള്ളിൽ പരമാവധി പുരുഷ ജീവികളെ കൊണ്ട് വരിക എന്നതാണ് പെട്രീഷ്യ രാജ്ഞിയുടെ സാമ്രാജ്യത്തിന്റെ ലക്ഷ്യം. രാജ്യത്ത് പുരുഷന്മാരെക്കാൾ അധികാരം സ്ത്രീകൾക്കാണ്, അല്ല സ്ത്രീകൾക്ക് മാത്രമാണ്. പുരുഷന്മാരെ വെറും അടിമകൾ മാത്രം എന്നുള്ളതാണ് കൺസെപ്റ്റ്. രാജ്യത്തെ പൗരത്വം പോലും സ്ത്രീകൾക്ക് മാത്രമാണ്. കൂടാതെ പൗരത്വ യോഗ്യതയിൽ നിന്നും പുരുഷന്മാരെ ഒഴിവാക്കിയിരിക്കുന്നു. സ്ത്രീയാണ് എന്നതുകൊണ്ട് മാത്രം ഇവിടെ പൗരത്വം ലഭിക്കുകയില്ല. പുരുഷന്മാരെ തൻ്റെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റാൻ തക്ക ശേഷിയുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് അതോ വേൾഡ് കിങ്ഡത്തിൽ പൗരത്വം ലഭിക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു പുരുഷ അടിമയെങ്കിലും സ്വന്തമായുള്ള യുവതികൾക്ക് മാത്രമേ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോലും സാധിക്കൂ. പുരുഷ അടിമയെ കൊണ്ടുവന്ന് എന്നതുകൊണ്ട് മാത്രം ഈ സാമ്രാജ്യത്തിലെ പ്രജയാകാൻ കഴിയില്ല. പിന്നെയുമുണ്ട് കുറച്ച് കടമ്പകൾ. മറ്റു രാജ്യങ്ങളെ പോലെ അത്ര എളുപ്പമല്ല ഇവിടുത്തെ പൗരത്വം നേടുക എന്നത്. സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തമായ സ്ത്രീകൾ മാത്രമേ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. പൗരത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ പെട്രീഷ്യ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കുറഞ്ഞത് 5 ദിവസമെങ്കിലും അടിമപ്പണി ചെയ്യണം. റാണിയുടെ കൽപ്പനകൾ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യണം. രാജ്യത്ത് പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പെട്രീഷ്യ രാജ്ഞി ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് കുറഞ്ഞത് ഒരു പുരുഷ അടിമ അഥവാ പരിചാരകനെങ്കിലും ഉണ്ടാവണം. കുറഞ്ഞത് 5 ദിവസമെങ്കിൽ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കഴിയണം. അതോ വേൾഡ് കിങ്ഡത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നവളാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അതോ വേൾഡ് കിങ്ഡത്തിൽ സ്ഥിരതാമസക്കാരിയാക്കുവാൻ സാധിക്കൂ. പൗരത്വം ലഭിച്ച സ്ത്രീകൾക്ക് 7.4 ഏക്കർ വിസ്തൃതിയുള്ള രാജ്യത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാം. പെട്രീഷ്യയുടെ രാജ്യത്ത് 2 തരം പുരുഷന്മാരാണുള്ളത്. റാണിയുടെ അടുപ്പക്കാരായ പുരുഷന്മാരാണ് ഒരു വിഭാഗം. അവർ പെട്രീഷ്യ രാജ്ഞിയുടെ നിയമം പിന്തുടരുകയും രാജ്ഞിയെ അനുസരിക്കുകയും നികുതി അടയ്ക്കുകയും ചെയ്യണം. ഇവർക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സ്വത്ത് സ്വന്തമാക്കാനും അത് കൈമാറാനും, സംരംഭം നടത്തുവാനും, അഭിപ്രായം പറയുവാനും മറ്റുമുള്ള അവകാശങ്ങൾ ലഭിക്കും. അതുപോലെ പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് അനുവദിച്ചു വെച്ചിട്ടുണ്ട്. 2. രാജ്യത്തെ ഏറ്റവും താഴ്ന്ന വിഭാഗ പുരുഷ അടിമകൾ അല്ലെങ്കിൽ അടിമവർഗമാണ്. ഒരവകാശങ്ങളുമില്ലാതെ മൃഗസമാനമായി കണക്കാക്കുന്ന ഈ കൂട്ടർ രാജ്ഞിയുടെയോ സാമ്രാജ്യത്തിലെ മറ്റു സ്ത്രീകളുടെയോ സ്വകാര്യ സ്വത്ത് മാത്രമാണ്. തങ്ങളുടെ യജമാനത്തി എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഉത്തരവിടുന്നത് അതിവർ അനുസരിക്കണം എന്നാണ് നിയമം. 7.5 ഏക്കറോളം മാത്രം വിസ്തൃതിയുള്ള ഈ രാജ്യത്ത് നിരവധി കെട്ടിടങ്ങളും ചെറിയ തടാകങ്ങളും പുൽത്തകടികളും എല്ലാം ഉണ്ട്.
പെട്രീഷ്യ രാജ്ഞിയുടെ വസതിയായ ക്യൂൻസ് പാലസ് ആണ് പ്രധാന കെട്ടിടം. അതിൽ ഒരു വിരുന്ന് ഹാൾ, ലൈബ്രറി, സിംഹാസനമുറി, പീഠമുറി, ഊണുമുറി, ജിമ്മ്, വിശാലമായ ബേസ്മെന്റ് ജിം എന്നിവ ഉൾപ്പെടും. പബ്, റെസ്റ്റോറന്റ്, നൈറ്റ് ക്ലബ് എന്നിവയും തടങ്കൽ ആവശ്യങ്ങൾക്കായി തടവറയും ഈ രാജ്യത്തുണ്ട്. മറ്റു രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഈ 7.5 ഏക്കറോളം വരുന്ന ചെറു പ്രദേശത്തെ മഹാറാണിയായി വാഴുകയാണ് പെട്രീഷ്യ രാജ്ഞി. പുതിയ ഇൻഫോർമേഷനുകൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക് യു.